പൊസങ്കടി. ആലോചിക്ക്, ഒന്നും കൂടി പറഞ്ഞേ. പൊസങ്കടി. പൊസങ്കടി ഒരു അന്വേഷണ റിപ്പോർട്ട് എന്ന് പറഞ്ഞ കഥ. ഈ അന്വേഷണ റിപ്പോർട്ട് എന്നൊക്കെ ഒരു കഥക്ക് പേര് വരണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു തിരുപ്പിൻ്റെ ഉള്ളിൽ ഉണ്ടാവണമല്ലോ. യഥാർത്ഥത്തിൽ കാസർഗോഡ് ജില്ലയിലെ ഒരു പ്രദേശത്ത് നിന്ന് നിരന്തരമായി കുറേ കുട്ടികളെ കാണാനില്ലാതാവുന്നു. ഇത് ശരിക്കുള്ളതാണ്. കുട്ടികളെ കാണാനില്ലാതാവും. ചെറിയ കുട്ടികളെ, ആൺകുട്ടികൾ, പെൺകുട്ടികൾ 10-14 വയസ്സാകുമ്പോഴേക്കും ഇവർ കാണാനില്ലാതാവും. കുറേ കേസുകൾ ഉണ്ടാവും. അതിൻ്റെ പുറകെ കുറച്ച് പേര് നടക്കും, അല്ലാത്തൊരു കാണാനില്ല എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായി നടക്കും. ഇപ്പം നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ ഒരു കുട്ടീനെ കാണാനില്ലാതിരുന്നാൽ എന്തൊരു ബേജാറുണ്ടാവും നമുക്ക്, അല്ലേ? ഉണ്ടാവില്ലേ? അതിപ്പോൾ നിങ്ങളെ കുട്ടി ആവണമെന്നില്ല, നിങ്ങൾക്ക് പരിചയമുള്ള ഏതോ ഒരു കുട്ടീനെ കാണാനില്ലാതാവും. 2 ദിവസം അവനെ കാണാനില്ല. 2ാമത്തെ ദിവസം അവൻ തിരിച്ചു വന്നു. സ്കൂള് വിട്ടപ്പോൾ ടൂർ പോകാൻ പൂതി, ഏതോ ഊട്ടിക്കുള്ള KSRTC കയറി പോയതാ എന്ന് പറഞ്ഞാലും ആ 2 ദിവസം തിന്നുന്ന തീ എത്രയായിരിക്കും, അല്ലേ? അങ്ങനെ കാണാനില്ലാതാവുന്ന ഒരു കുട്ടിയെ കുറിച്ച് ആലോചിച്ച് നമുക്ക് ബേജാറ്. പക്ഷേ ഒരു നാട്ടിൽ നിന്ന് നിരന്തരമായി അങ്ങനെ കുഞ്ഞുങ്ങളെ കാണാനില്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായാലോ? അങ്ങനെ ഒരു സാഹചര്യത്തെ കുറിച്ച് പഠിച്ച് ഇയാൾ എഴുതിയൊരു കഥയാണ്. പൊസങ്കടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ കഥ നടക്കുന്നത്. പൊസങ്കടി ശരിക്കുള്ളൊരു സ്ഥലമേ അല്ല. പക്ഷെ നമ്മൾ ഖസാക്കിന്റെ ഇതിഹാസം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഖസാക്ക് അങ്ങനെയൊക്കെ വെറുതെ ഒരു സ്ഥലം ഉള്ള പോലെ ഇമാജിൻ ചെയ്തു, വിചാരിക്കുന്നു, എന്നിട്ട് അവിടുത്തെ ഒരു കഥ എഴുതും. പക്ഷെ കഥ ഇങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ഭയങ്കര ദരിദ്രമായ സാധാരണക്കാർ ജീവിക്കുന്ന, നമ്മളെയൊക്കെ പോലെയുള്ള ആളുകൾ ജീവിച്ചിരുന്ന പ്രദേശമായിരുന്നു പൊസങ്കടി എന്ന് പറയുന്നത്. അങ്ങനെ ഏതോ ഒരു കാലത്ത് അവിടുത്തെ ഒരു കപ്പൽ കയറി ഒരു ഉസ്താദ് വരുന്നതും അവിടുത്തെ കുറേ കഥകളൊക്കെ ഉണ്ട്. എന്തായാലും ഒരു കാലത്ത് ഇവരിൽ ആരോ പറഞ്ഞു, ഇവിടുന്ന് ദുബായിലേക്ക് പോയാൽ നല്ല പണി കിട്ടും. നല്ല പണി കിട്ടുമെന്ന് മാത്രമല്ല, നല്ല സമ്പാദ്യവും കിട്ടും. ഇവിടുന്ന് ബോംബെയിലേക്ക് നമ്മൾ കപ്പൽ കയറിയാൽ മതി എന്ന് മാത്രം ആരോ പറയുന്നത് കേട്ട് നാട്ടിൽ നിന്ന് 2-3 ചെറുപ്പക്കാർ ബോംബെയിലേക്ക് കപ്പൽ കയറി. അങ്ങനെ കുറച്ച് ആളുകൾ കപ്പൽ കയറി ബോംബെയിലെത്തി, കുറച്ച് ആളുകൾ ദുബായിലെത്തി. പോയ കൂട്ടത്തിൽ 1-2 ആളുകൾ മാത്രമേ ദുബായിലെത്തിയിട്ടുള്ളൂ. അങ്ങനെ ദുബായിലെത്തിയ മനുഷ്യന്മാർ അധ്വാനിക്കാൻ തുടങ്ങി, പൈസ കിട്ടാൻ തുടങ്ങി, നാട്ടിലേക്ക് പൈസ അയക്കാൻ തുടങ്ങി. ഈ കഥക്ക് നമ്മുടെ കഥയുമായും സാമ്യമുണ്ട്. ഈ നമ്മുടെ നാട് എന്നാ വികസിച്ചത് എന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ അവിടെ നിന്ന് പൈസ അയക്കാൻ തുടങ്ങിയ ആൾക്കാർ ആദ്യമായിട്ട് നാട്ടിലേക്ക് ഒരു സാധനം അയച്ചു, വിസ. ആ ആൾക്കാർ, നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കരമായി അത്ഭുതപ്പെട്ടു. അയ്യോ, നാട്ടിലേക്ക് ഒരു വിസ വരുന്നു, എന്താ വിസ എന്ന് അറിഞ്ഞുകൂടാലോ. അങ്ങനെ ആളുകൾ എല്ലാവരും വിസ കാണാൻ ഓടിക്കൂടി. ആഹാ, നാട്ടിലേക്ക് ഒരു വിസ വന്നു. വിസ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള ടിക്കറ്റാണ്. പട്ടിയിൽ കിടക്കുന്ന മനുഷ്യന്മാർക്ക് സ്വർഗരാജ്യത്തിലേക്ക് ഒരു ടിക്കറ്റ് വരുന്ന പോലെയാണ് പൊസങ്കടിയിലേക്ക് ആദ്യമായി ഒരു വിസ വരുന്നത്. ആ വിസയിൽ ഒരാൾ കടൽ കടന്നുപോയി. പിന്നീട് വിസ വരുന്നത് തുടർച്ചയായി 1, 2, 3 കഴിഞ്ഞ് നാട്ടിലെ എല്ലാ മനുഷ്യന്മാരും ഗൾഫിലേക്ക് കുടിയേറി. ഗൾഫിലേക്ക് കുടിയേറിയ മനുഷ്യന്മാരൊക്കെ നന്നായി അധ്വാനിച്ചു. അവരുടെ ചോര നീരാക്കി അധ്വാനിച്ച് പണം നാട്ടിലേക്ക് അയക്കാൻ തുടങ്ങി. നാട്ടിലേക്ക് അയച്ച പണം കൊണ്ട് നാട്ടിൽ വലിയ കൊട്ടാരങ്ങൾ ഉയർന്നു. കോൺക്രീറ്റ് കാടുകൾ എന്നാണ് കഥാകാരൻ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ വലിയ കോൺക്രീറ്റ് കാടുകൾ ഉയർന്നു. അഥവാ ഓരോ ആളുകളും അയച്ച പണം കൊണ്ട് ഏറ്റവും മോടിയിൽ വീട് പണിതു. കണ്ടാൽ അത്ഭുതപ്പെടുന്ന ബംഗ്ലാവുകൾ പണിതു. അതിനുള്ളിൽ ഒരു ഭാര്യയുണ്ട്, അതിനുള്ളിൽ കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ ആ കുഞ്ഞുങ്ങൾ കാണാൻ ഈ മനുഷ്യന് ഭാഗ്യം സിദ്ധിച്ചതേയില്ല. അങ്ങനെ ഒരു നാട് വളർന്നു, സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെട്ടു. അങ്ങനെ പൈസയുണ്ടായി, പണമുണ്ടായി, പ്രതാപമുണ്ടായി, നല്ല കാറുകളുണ്ടായി. ഒരുപക്ഷെ നാട്ടിലെങ്ങും ഇല്ലാത്ത ഏറ്റവും വലിയ ആധുനികമായ കാറുകൾ ആദ്യം പൊസങ്കടിയിലെത്താൻ തുടങ്ങി. ഏറ്റവും നല്ല ബൈക്കുകൾ ചീറിപ്പാഞ്ഞ് നടക്കുന്ന റോഡുകളായിക്കൊണ്ട് പൊസങ്കടിയിലെ റോഡ് മാറി. എല്ലാവരും ആഗ്രഹിക്കുന്ന അസൂയാവഹമായ വളർച്ചയിലേക്ക് പൊസങ്കടി വന്നു. പക്ഷേ പൊസങ്കടിക്ക് ആത്മാവ് നഷ്ടപ്പെട്ടു. വീടുണ്ട്, വലിയ കാറുകളുണ്ട്, വലിയ ബൈക്കുകളുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ഉണ്ട്. ഒറ്റ ക്ലിക്കിൽ നാട്ടിലെത്താവുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അവിടുത്തെ കുട്ടികൾക്ക് ഒരു സന്തോഷമില്ല. കുട്ടികൾ നാട് വിട്ടു പോകാൻ തുടങ്ങി. 10-14 വയസ്സാകുമ്പോഴേക്ക് കുട്ടികളെ കാണാനില്ലാതാവുന്നത് സ്ഥിരമായി തുടങ്ങി. എങ്ങനെയാണ് കുട്ടികൾ നാട് വിട്ടു പോകുന്നത്? ഇത് അന്വേഷിക്കാൻ വേണ്ടി കേന്ദ്രം നിയോഗിച്ചൊരു ഉദ്യോഗസ്ഥനായിക്കൊണ്ടാണ് നമ്മളെ കഥ എഴുതുന്നയാൾ നാട്ടിലെത്തുന്നത്. അപ്പോൾ അയാൾ മനസ്സിലാക്കിയൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, പൊസങ്കടിക്ക് എല്ലാം ഉണ്ട്. പൈസയുണ്ട്, പ്രതാപമുണ്ട്, ആഗ്രഹിക്കുന്നത് എന്തും വാങ്ങാനുള്ളതൊക്കെ അവരുടെ കയ്യിലുണ്ട്. പക്ഷേ
പൊസങ്കടിക്ക് ആത്മാവില്ല. ഇതൊക്കെ കൂടി എന്താ ചെയ്യേണ്ടത് എന്നറിയുന്ന, ഇതിന് നേതൃത്വം വഹിക്കാൻ ഏതെങ്കിലും ഒരു മനുഷ്യന്മാരില്ല. അവരുടെ ഭാര്യമാർ അസ്വസ്ഥരാണ്. അതിന് ഭാര്യമാരെ കഥ അറിയുന്നുണ്ട്. ഒരു സൈനബാന്നോ മറ്റോ ആണ് കഥാപാത്രത്തിന്റെ പേര്. കല്യാണം കഴിഞ്ഞു കൊടുത്ത് ഏറ്റവും വലിയ വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തു, ഭയങ്കരമായി ഭർത്താവ് സന്തോഷിപ്പിച്ചു. പക്ഷേ ഭാര്യയ്ക്ക് സന്തോഷം നൽകാനൊക്കെ നൽകി, നല്ല വീടുണ്ടാക്കി, നല്ല കാറുണ്ടാക്കി, നല്ല ഡ്രൈവറെയും കൊടുത്തു, ഒക്കെ ചെയ്തു. പക്ഷേ ഇവരെന്ത് ചെയ്തു? ഡ്രൈവറോടൊപ്പം ഒളിച്ചൊടുക്കുകയും ഒരു കത്തുപാട്ട് എഴുതി വെച്ചു. നിങ്ങളെല്ലാം എനിക്ക് തന്നു, പക്ഷേ എനിക്ക് വേണ്ടത് നിങ്ങൾ തന്നില്ല. നിങ്ങളെ സാമീപ്യമാണ് ഒരു ഭാര്യയ്ക്ക്. ആ സാമീപ്യം ഭയങ്കര പ്രധാനമായിരുന്നു, നിങ്ങളുടെ സ്നേഹം ഭയങ്കര പ്രധാനമായിരുന്നു. ഇതൊന്നും എനിക്ക് കിട്ടിയില്ല, കിട്ടുന്നിടത്തൊക്കെ ഞാൻ പോകുന്നത് പറഞ്ഞ പോലെ ഒരെല്ലാം ഇറങ്ങിപ്പോയി. പൊസങ്കടിക്ക് ആത്മാവില്ല. ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഒരു ദേശം എന്തായി പോകും എന്നുള്ളതാണ് പൊസങ്കടി പറയുന്നത്. നിങ്ങൾക്ക് നല്ല സമ്പത്ത് ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് നല്ല ജോലി ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് നല്ല കുടുംബം ഉണ്ടായിക്കൊള്ളട്ടെ, എന്തോ ആവട്ടെ, പക്ഷേ ഒരു സമൂഹം എന്ന നിലക്ക് നിങ്ങൾക്കൊരു ആത്മാവില്ല എങ്കിൽ, ഒരു സമൂഹം എന്ന സമുദായം എന്ന നിലക്ക് നിങ്ങൾക്കൊരു ലക്ഷ്യമില്ല എങ്കിൽ നിങ്ങൾ എന്തായി പോകുമെന്ന് പറയുന്നൊരു കഥയുണ്ട്. പറ്റുന്നവർ വായിക്കാം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. മുസ്ലിം ലീഗിന്റെ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് നടത്തുന്ന സ്നേഹ സംഗമത്തിൽ വന്ന് ഞാൻ ഏതോ ഒരു കാസർഗോഡ് ഇല്ലാത്ത ദേശത്തിന്റെ കഥ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ആ ദേശം നമ്മുടേത് കൂടിയാണ്, എന്റേതും നിങ്ങളുടേതുമാണ്. നമ്മൾ കളിച്ചു വളർന്ന ഈ പ്രദേശമാണ് നമ്മുടെ മലബാറാണ്. ഈ നാട്ടിൽ നിന്നും ഉയർത്തു വരുന്ന എല്ലാ മനുഷ്യനും ഒരു പൊസങ്കടി പോലൊരു ദേശത്തിന്റെ കഥ പറയാം. ഒന്നുമില്ലായ്മയിൽ നിന്ന് 1937 ആദ്യമായിട്ട് മുസ്ലിം ലീഗ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ 1948 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാകുമ്പോൾ, നമ്മുടെയൊക്കെ രാഷ്ട്രീയത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും കഥ പറഞ്ഞു വരുമ്പോൾ ഒന്നുമില്ലാത്ത മനുഷ്യരാണ് നമ്മൾ. ഒന്നുമില്ലാത്തതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വിദ്യാഭ്യാസമില്ലാത്ത, സാമ്പത്തികമില്ലാത്ത, സാമൂഹികമായ ഉയർച്ചയില്ലാത്ത എല്ലാ മനുഷ്യരും അവരുടേതായ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു സ്ഥാപനം പോലും ഇല്ലാത്ത ദരിദ്രമായൊരു ദേശത്തിൻ്റെ മനുഷ്യരായിരുന്നു നമ്മൾ. ആ ദരിദ്രമായ ദേശത്തിൽ നിന്ന് 2025 കൽപ്പകഞ്ചേരി ആവട്ടെ, മലപ്പുറം ജില്ലയാവട്ടെ, മലബാർ ആവട്ടെ, കേരളമാവട്ടെ, നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന ചോദ്യത്തിന് നമുക്കൊരു ഉത്തരമുണ്ട്. നമ്മൾ ഇന്ന് ഈ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യരാണ്. എന്തുകൊണ്ട്? ഏറ്റവും സമ്പന്നരായ മനുഷ്യരാണ്. എന്തുകൊണ്ട്? സമ്പന്നത അളക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം വെച്ചോ, നിങ്ങളുടെ കയ്യിലുള്ള പണം വെച്ചോ മാത്രമല്ല. നിങ്ങളുടെ സമ്പന്നത അളക്കുന്നത് നിങ്ങൾക്കുള്ള സോഷ്യൽ സ്റ്റാറ്റസ് കൂടി വെച്ചിട്ടാണ്. നമുക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് വണ്ടി കയറിപ്പോയി പഠിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ട് ഹാലിളകിയാണ് ഈ നാട്ടിലൊരു കേന്ദ്രമന്ത്രി പറഞ്ഞത്, ഇവിടെ എന്തോ എഡ്യൂക്കേഷൻ ജിഹാദ് കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന്. എഡ്യൂക്കേഷൻ ജിഹാദ് നടക്കുന്ന പ്രദേശമാണ് കേരളം. കാരണം ഇവിടെ നിന്ന് കുട്ടികൾ നിരന്തരമായി വണ്ടി കയറി പോവുകയും പഞ്ചാബിലായാലും രാജസ്ഥാനിലായാലും ഡൽഹിയിലായാലും ഉത്തർപ്രദേശിലായാലും നല്ല യൂണിവേഴ്സിറ്റികളിൽ ചെന്ന് പഠിക്കുകയും ചെയ്യും. എന്തോ ഒരു എഡ്യൂക്കേഷൻ ജിഹാദ് ആ കേരളത്തിൽ നടക്കുന്നുണ്ട്. തട്ടമിട്ട പെൺകുട്ടികളാവട്ടെ, ആൺകുട്ടികളാവട്ടെ, അതല്ലാതെ തന്നെ ഈ ദേശത്ത് നിന്ന് വണ്ടി കയറി പോകുന്ന കുട്ടികൾ അവിടുത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നു, അവിടുത്തെ വിദ്യാഭ്യാസത്തെ നിയന്ത്രിക്കുന്നു, അവിടുത്തെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന കുട്ടികളായി മാറുന്നു. ഇവിടെ എന്തോ ഒരു എഡ്യൂക്കേഷൻ ജിഹാദ് നടക്കുന്നുണ്ട് മലബാർ. അത് പറയും വിധം ഈ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഏതോ ഒരു കേന്ദ്രമന്ത്രിക്ക് ബേജാർ ഉണ്ടാക്കും വിധം ഇവിടെ നിന്നിതാ ഏറ്റവും നല്ല കുട്ടികൾ ഈ രാജ്യ തലസ്ഥാനത്ത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ സമ്പന്നരാണ്. ഒരുപക്ഷെ നല്ല യൂണിവേഴ്സിറ്റികൾ, നല്ല യൂണിവേഴ്സിറ്റി അല്ല, നല്ല സ്കൂളില്ല എന്ന പേര് പറഞ്ഞ് സ്കൂളിൽ പോവാതിരുന്ന മനുഷ്യർ ഇന്ന് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ ഉണ്ടാകുന്ന പ്രദേശമായി മാറുന്നു. നമ്മുടെ മലപ്പുറം ജില്ലക്ക് അവകാശപ്പെടാൻ എത്ര യൂണിവേഴ്സിറ്റികളുണ്ട്? ഈ ഒരൊറ്റ ജില്ലക്ക് മാത്രം അവകാശപ്പെടാൻ എത്ര യൂണിവേഴ്സിറ്റികളുണ്ട്? അതിൽ നിന്ന് എത്രയധികം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങുന്നുണ്ട്? എത്രയധികം സൗകര്യങ്ങൾ നമുക്കുണ്ട്? നമുക്ക് ഏറ്റവും അടുത്ത പ്രദേശത്ത് നമുക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ലഭ്യമാണ്. എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ ഉതകുന്ന ഗവൺമെൻറ് സെക്ടറിൽ തന്നെയുള്ള സ്കൂളുകൾ നമ്മുടെയൊക്കെ നാട്ടിലുണ്ട്. എല്ലാ നാട്ടിലും ഓരോ LP സ്കൂൾ, UP സ്കൂൾ, അത് കഴിഞ്ഞ് എല്ലാ പഞ്ചായത്തിലും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ. നോക്കൂ, ഓരോ മണ്ഡലത്തിലും ഒരു ഗവൺമെൻറ് കോളേജുള്ള ഒരു നാടാണ് നമ്മൾ. ഓരോ മണ്ഡലത്തിലും വേണമെങ്കിൽ ഒരു ഗവൺമെൻറ് കോളേജുള്ള നാടാണ് നമ്മൾ. നമ്മൾ സമ്പന്നരാണ്.
സാമ്പത്തികമായും ഏതെങ്കിലും ഒരു പ്രയാസം നമ്മൾ അനുഭവിക്കുന്ന സ്ഥിതിവിശേഷം ഇപ്പോൾ നമുക്കില്ല. ഒരു സമൂഹം എന്ന നിലക്ക് ഉയർച്ചകളുള്ളവരുണ്ടാവാം, താഴ്ചകളുള്ളവരുണ്ടാവാം. പക്ഷെ ഇത് ഏറ്റവും നന്നായി ബാലൻസ് ചെയ്തു പോകുന്ന ഒരു സമൂഹമായിക്കൊണ്ട് നമ്മളുണ്ട്. അസുഖം വന്നാൽ നിങ്ങൾ ബേജാറാവേണ്ടതില്ല. നമുക്ക് പൂക്കോയ തങ്ങളുടെ പേരിലുള്ള ഹോസ്പൈസുകളുണ്ട്, CHന്റെ പേരിലുള്ള CH സെന്ററുകളുണ്ട്. നിങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, അസുഖം വന്നാൽ നിങ്ങളുടെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് ഈ സമൂഹത്തിലൂടെ ഉള്ളിൽ പരിഹാരങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും അസുഖം വന്ന് കിടപ്പിലായാലും ശരി, നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് പ്രവർത്തിക്കാവുന്ന പാലിയേറ്റീവ് സെന്ററുകൾ ഈ നാട്ടിൽ ആകമാനയുമുണ്ട്. നമ്മൾ സമ്പന്നരാണ്. മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിലാവട്ടെ, മറ്റൊരുപാട് വികസിത രാജ്യങ്ങൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്നറിയോ? ഏറ്റവും വികസിതമായ രാജ്യങ്ങൾ, ലോകത്ത് തന്നെ ഏറ്റവും വികസിതമായ രാജ്യങ്ങൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മാനസികാരോഗ്യത്തെ ചൊല്ലിയുള്ളതാണ്. തൊഴിലാളികളുടെ, സാധാരണക്കാരുടെ, ഉദ്യോഗസ്ഥരുടെ, എല്ലാ മനുഷ്യരുടെ മാനസികാരോഗ്യമാണ് ഏറ്റവും പ്രശ്നം. സംസാരിക്കാൻ ആളില്ല, സംസാരിക്കുന്നത് കേൾക്കാൻ ആളില്ല. പറയാൻ ഭയങ്കരമായ താല്പര്യം ഉണ്ടാവും, പക്ഷെ അത് കേൾക്കാൻ ഒരു മനുഷ്യനെ പോലും കിട്ടാത്ത സാഹചര്യം ഇത്തരം നാടുകളിലുണ്ട്. ജോലി ചെയ്ത് കുഴങ്ങി എന്തിനാ ഞാനിനി ജോലി ചെയ്യുന്നതെന്ന് ആലോചിക്കുന്ന വിധം മനുഷ്യരുടെ മാനസിക നില തകർന്നു തെറ്റുന്ന സാഹചര്യം ഇന്ന് ലോകത്തുണ്ട്. പക്ഷേ ഒരു സമൂഹം എന്ന നിലക്ക് നമ്മൾ അവിടെയും പ്രാപ്തമാണ്. ഏറ്റവും മനോഹരമായി ഈ സമൂഹത്തെയും സമുദായത്തെയും കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിലുമൊക്കെ അപ്പുറത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന മറ്റൊന്നുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് അത് അധികാര പങ്കാളിത്തമാണ്. ഇവിടെയുള്ള നിയമങ്ങളിലുള്ള സുതാര്യതയാണ്. ഇവിടെ എന്തെങ്കിലും നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇവിടെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഞങ്ങളുടെ പങ്കാളിത്തം എവിടെയെന്ന ചോദ്യം രാഷ്ട്രീയപരമായും നമ്മൾ അധികാര പങ്കാളിത്തമുള്ള, ഒരുപക്ഷെ ഏറ്റവും അധികം കഴിവുള്ള, ഇവിടുത്തെ ഭരണകേന്ദ്ര കേന്ദ്രങ്ങളിൽ ഏറ്റവും അധികം അടയാളപ്പെടുത്തലുകൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വവും നമുക്കുണ്ട്. നമ്മൾ സമ്പന്നരാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് വെറും 10-70 വർഷം കൊണ്ട് എല്ലാം ഉള്ളതിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന കഥയുടെ പുറകിൽ പക്ഷേ ഒരു സൂപ്പർ ഹീറോയുടെ പേരുണ്ട്. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ വായിക്കുന്ന ബാലമംഗളത്തിലും ബാലരമയിലൊക്കെ കുറെ സൂപ്പർ ഹീറോയിനെ കാണില്ലേ? ബാലരമയിലാണെങ്കിൽ അത് മായാവിയാണ്. രാജു രാധ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മായാവിന്ന് വിളിക്കും. മായാവി ചുവന്ന വടിയും കൊണ്ട് പറന്നു വരും, മായാവി രക്ഷിക്കും. ബാലമംഗളത്തിലാണെങ്കിൽ ഡിങ്കൻ വരും, ഡിങ്ക രാജാവിനെ വിളിച്ചാൽ മതി, ഡിങ്ക എന്ന് വിളിച്ചാൽ ഡിങ്ക വരും, ഡിങ്ക വന്ന് ഇവരെ രക്ഷിക്കും. ഇങ്ങനെ ഓരോ സൂപ്പർ ഹീറോസ് നമുക്ക് എല്ലാ കാലത്തും ഉണ്ട്. പുതിയ കുട്ടികൾക്കാണെങ്കിൽ അത് വേറെ സൂപ്പർ ഹീറോസ് ആയിരിക്കും. ചിലപ്പോൾ മിന്നൽ മുരളിന്നോ ലോകയിലെ ചന്ദ്ര എന്നൊക്കെ പറയേണ്ടി വരും. ആയിക്കോട്ടെ, സൂപ്പർ ഹീറോസ് എല്ലാ കഥയിലും ഉണ്ടാവും. ഒരു അതിമാനുഷികതയുള്ള ഒരു കഥാപാത്രം. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നെങ്കിൽ നമ്മുടെ കഥയിലെ ആ സൂപ്പർ ഹീറോ, ആ അതിമാനുഷിക കഥാപാത്രം ആരാന്നറിയോ? ഇതെന്റെ തന്നല്ല, ഇത് ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്ന, എന്നാൽ ഫിക്ഷനൈസ് ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യം മാത്രമാണ്. നമ്മുടെ സൂപ്പർ ഹീറോ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. IUML, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നമുക്ക് വിളിക്കാവുന്ന നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയാണ്. കാരണം ഒന്നുമില്ലാതിരിക്കുന്ന മനുഷ്യർക്ക് എന്തും ഉണ്ടാവും. പലരും ചോദിക്കും, ഞങ്ങൾ പണിക്ക് പോകുന്നുണ്ട്, എന്തിനാ ഈ നാട്ടിലെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത്? സഭക്ക് നിങ്ങൾ കുറേ ജില്ലാ പഞ്ചായത്ത് മെമ്പറാന്ന് പറയുന്നത്, ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുണ്ടാവും, നമ്മൾ ബ്ലോക്ക് പഞ്ചായത്താണ്. ഇതൊന്നും അല്ലാതെ മുസ്ലിം ലീഗിന്റെ കുറേ നേതാക്കന്മാരുണ്ടാവും, ഇടക്കിടക്ക് വരും, കാര്യങ്ങൾ സംസാരിക്കും. എന്തിനാ രാഷ്ട്രീയം കളിച്ച് നടക്കുന്നത് എന്ന് വളരെ പ്രബുദ്ധരായ യുവതലമുറ ഇവരെ നോക്കി ചോദിക്കും. ഞാൻ പണിയെടുത്ത്, ഞാൻ പൈസ ഉണ്ടാക്കി, എനിക്കും എൻ്റെ കുടുംബത്തിനും തിന്നാൻ കൊടുത്താൽ എനിക്ക് ജീവിക്കാം, അല്ലാണ്ട് എന്തിനാ നിങ്ങൾ ഈ രാഷ്ട്രീയം കളിച്ച് നടക്കുന്നതെന്ന് വിവരക്കേടാൻ നമുക്കറിയാം. പക്ഷെ ഒറ്റയടിക്ക് വിവരക്കേട എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ പണിയെടുക്കുകയും ഞാൻ പണം ഉണ്ടാക്കുകയും ഞാൻ ഭക്ഷണം കഴിക്കുകയും ചെയ്താലും ഒരു സമൂഹം എന്ന നിലക്ക് പരാജിതമായൊരു സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ഇതിനെ കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് പൊസങ്കടിക്കാർക്ക് പണം വന്നല്ലോ, ദരിദ്രരായ പൊസങ്കടിക്കാർക്ക് പണം വന്നല്ലോ, പക്ഷെ ഈ പണം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ അവിടെ ഒരു നേതൃത്വം ഇല്ലാതായിപ്പോയി. അവരെ നയിക്കാൻ ഒരു നേതൃത്വം ഇല്ലാതായിപ്പോയി. അവരെന്ത് ചെയ്തു? കോൺക്രീറ്റിന്റെ കാർഡ് ഉണ്ടാക്കി. അതൊരു ദിവസം ഒരു ഭൂമികുലുക്കം വന്നാൽ തീർന്നു പോകാവുന്ന ഒരു ചെറിയ കാര്യം അവരുണ്ടാക്കി വെച്ചു. അവരുടെ സമ്പാദ്യം മുഴുവൻ അതിൻ്റെ ഉള്ളിലായിപ്പോയി.
ഒരു ബസ്സിൽ കല്യാണം കഴിഞ്ഞു പോകുന്ന ഒരു ബസ്സിലേക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ കയറിയാൽ കേരളത്തിലെ മുഴുവൻ ഖജനാവോളം സ്വർണം അവിടെ ഉണ്ട് എന്ന് കഥയിൽ ആരോ പറയുന്നുണ്ട്. അത്രയും സ്വർണ്ണം ഇട്ടടക്കുന്ന പെണ്ണുങ്ങളെ ഉണ്ടാക്കി. അതുകൊണ്ട് എന്തുണ്ടായി? അല്ല, ഇനി ഞാൻ എൻ്റെ നാടിൻ്റെ കഥ പറയാം. ഇത് സർറിയലിസ്റ്റിക് ഒന്നുമല്ല, ഇതിങ്ങനെ ഉണ്ടാക്കിയ കഥയൊന്നുമല്ല, ഉള്ള നാടിൻ്റെ കഥ, എൻ്റെ നാടിൻ്റെ, എൻ്റെ മലബാറിൻ്റെ കഥ ഞാൻ പറയാം. അതെ, നമ്മളും ദരിദ്രരായിരുന്നു, പരമദരിദ്രരായിരുന്നു. പക്ഷേ അവിടെ നിന്ന് പാടത്തും പറമ്പിലും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, രാജ്യസ്നേഹം ഒരുപാടുള്ളിലുള്ള മനുഷ്യർ, അതുകൊണ്ട് തന്നെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരോട് എല്ലാവരും പൊരുതാൻ പേടിച്ചു നിന്നപ്പോ ഞാൻ എൻ്റെ മാപ്പിള നാടുണ്ടാക്കി എന്ന് പറഞ്ഞ നേതൃത്വമുള്ള മനുഷ്യർ, അഭിമാനമുള്ള മനുഷ്യർ, ഇതൊക്കെ ആയിരുന്നുവെങ്കിൽ പോലും ആ വികാരത്തിനപ്പുറത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അന്തിച്ചു നിൽക്കുന്ന ഒരു സമയം നമുക്കുണ്ടായിരുന്നു. നമുക്ക് പണം വന്നപ്പോൾ, നമുക്ക് സാഹചര്യങ്ങൾ വന്നപ്പോൾ അതെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയാനൊരു നേതൃത്വം നമുക്കുണ്ടായി. ആ നേതൃത്വമാണ് ഞാൻ പറഞ്ഞ മുസ്ലിം ലീഗ്. നിങ്ങൾക്ക് ഉണ്ടായി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഫറൂഖ് കോളേജിന്റെ കഥ പറയാറില്ലേ? സീതി സാഹിബ് പണ്ട് തെക്കൻ ദേശത്ത് നിന്ന് വടക്കൻ ദേശത്തിലേക്ക് കയറി വരികയും തലശ്ശേരി കേന്ദ്രമാക്കി പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തീരുമാനിക്കുകയും മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴൊക്കെ സീതി സാഹിബിന്റെ ഉള്ളിൽ ഒരു കിനാവുണ്ടായിരുന്നു, ഒരു സ്വപ്നം. എനിക്ക് മലബാറിൽ ഒരു അലിഗർ വേണം. എന്തുകൊണ്ട് അലിഗർ എന്ന് ആഗ്രഹിച്ചത്? ഒരു പക്ഷേ നോർത്ത് ഇന്ത്യയുടെയൊക്കെ അവിടുത്തെ മുസ്ലിങ്ങളുടെ സാധാരണക്കാരുടെ ചരിത്രം തിരുത്തിയ ഒന്നാണ് അവിടുത്തെ അലിഗർ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ രാജ്യത്തൊക്കെ വലിയ വിപ്ലവങ്ങൾ നടക്കുന്ന സമയത്തും നമ്മളാദ്യം എക്യുപ്ഡ് ആവണം, നമ്മൾക്ക് ആദ്യം വിദ്യാഭ്യാസം ഉണ്ടാവണം. ഇംഗ്ലീഷുകാരോട് പിടിച്ചു നിൽക്കാൻ ആയുധശേഷി മാത്രം പോരാ, ബൗദ്ധിക ശേഷി കൂടി വേണമെന്ന് പറഞ്ഞ് സർ സയ്യിദ് ഉണ്ടാക്കിയ അലിഗറാണ് അവിടുത്തെ ഒരുപാട് മനുഷ്യന്മാരുടെ ചരിത്രം തിരുത്തിയത്. ആ അലിഗർ കണക്കെ ബ്രിട്ടീഷുകാരോട് പോരാടാനും ശരി, നാട്ടുകാരോട് പോരാടാനായാലും ശരി, ഇവിടുത്തെ ജന്മിത്വത്തോട് കലഹിക്കാനായാലും ശരി, ആദ്യം അറിവ് വേണം. അതുപോലെ ഒരു അലിഗർ എൻ്റെ നാട്ടിൽ വേണമെന്ന് സീതി സാഹിബിൻ്റെ ഉള്ളിൽ കിനാവുണ്ടായിരുന്നു. പക്ഷെ സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിൽ ഈ കിനാവും കൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? പക്ഷേ ആ കിനാവ് സാർത്ഥകമാക്കാൻ അവർ സീതി സാഹിബിനൊപ്പം ഒരു കൂട്ടം മനുഷ്യന്മാർ നിന്നു. അവരവരുടെ കയ്യിലുള്ളതെല്ലാം നൽകി. എന്താണോ നിങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ നൽകാം. അങ്ങനെ നൽകിയ പണം കൊണ്ട് അവരതാ ഫറൂഖ് കോളേജിന് ഭൂമി വാങ്ങാൻ അഡ്വാൻസ് നൽകാൻ നടക്കുന്നു. അവസാനം ഈ പണം ഒന്നും തികയാതെ വരുന്നു. മുസ്ലിം ലീഗിന് അന്ന് സ്വന്തമായിട്ടുണ്ടായിരുന്ന സകല അസറ്റുകളും വിറ്റ്, അവരുടെ കാർ വരെ വിറ്റ്, നമ്മൾ കേട്ട് പതിഞ്ഞ കഥയാണ്. ആ കാർ വരെ വിറ്റ് പണം ഉണ്ടാക്കുന്നു. ആ പണം ഒരു ഫറൂഖ് കോളേജിന് കൊടുക്കുന്നു. ഫറൂഖ് കോളേജ് ഭയങ്കര വലുതാണ് എന്ന് കരുതിയിട്ടല്ല, ഈ സമൂഹത്തിന് ആദ്യം ആവശ്യം വിദ്യാഭ്യാസമാണ് എന്ന് കരുതിയിട്ടാണ്. എന്ത് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത മനുഷ്യരുടെ ഇടയിലേക്ക് വന്ന് കോളേജിനെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ എത്തിച്ചേരേണ്ട ഇടം അതാണ് എന്നറിഞ്ഞുകൊണ്ടാണ്. ഈ പറഞ്ഞ കണക്ക് എഴുത്തും വായനയും അറിയാത്ത മനുഷ്യരോട്, പ്രത്യേകിച്ച് മലയാളത്തിൽ എഴുത്തും വായനയും അറിയാത്ത മനുഷ്യരോട്, അറബി മലയാളത്തിലൊക്കെ ഏറ്റവും നല്ല സാഹിത്യവും സംസാരവും ഒക്കെ ഉണ്ടായിരിക്കുന്ന കാലമാണ്, വിസ്മരിക്കുന്നില്ല. മലയാളത്തിൽ എഴുത്തും വായനയും അറിയാത്ത ദേശത്ത്, ഈ നാട്ടിൽ നമ്മളോട് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ ആളുകളോട്, മാപ്പിള മക്കളോട് CHഉം സീതി സാഹിബൊക്കെ ആദ്യം പറഞ്ഞത് ചന്ദ്രികയെ കുറിച്ചാണ്. ചന്ദ്രിക നമ്മളെല്ലാവരുടെയും വീട്ടിൽ വരുന്ന ഒരു ചെറിയ പത്രത്തിന്റെ പേരാണ് ചന്ദ്രിക. പക്ഷേ ചന്ദ്രിക ഉണ്ടാവുന്ന കാലത്ത് ഒരു റെവല്യൂഷന്റെ, വിപ്ലവത്തിന്റെ പേരാണ് ചന്ദ്രിക. ചന്ദ്രിക ഉണ്ടാക്കുന്ന എന്തിനാ? അത് ആരെയാണോ അഭിസംബോധന ചെയ്ത് ഓൽക്കിത് വായിക്കാനൊന്നും തിരിയൂല. പക്ഷേ ഇത് ഇന്നത്തേക്കല്ല, ഇത് നാളത്തേക്കാണ്. നമ്മൾ ഇന്നേ സംസാരിക്കേണ്ടത് ഈ നാട് എന്ത് ചിന്തിക്കണം എന്നതിനെ കുറിച്ചാണ്. ഈ നാട് എന്തെങ്കിലും ഒന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോഴും ഈ നാട്ടിലെ വെള്ളാപ്പള്ളിയൊക്കെ പറയുന്ന പോലെ മുസ്ലിങ്ങൾ വർഗീയവാദികളാണ്, ഹിന്ദുക്കളെ ഭയങ്കര പേടിക്കണം, ക്രിസ്ത്യാനികൾ അങ്ങനെയാണ്, ഇങ്ങനെ എന്തി പറയുന്ന വർഗീയതയ്ക്ക് ഇതിലും ഭയങ്കര ഭീകരമായി ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾ പറയാം സത്യം എന്താണ് എന്ന് പറയാൻ നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തരികയാണ് ചന്ദ്രിക ചെയ്തത്. അതെ, നമ്മൾ വളരുന്ന കാലത്ത് നമ്മൾ എങ്ങോട്ടാണ് വളരേണ്ടത് എന്ന് പറയാൻ ഒരു സാമുദായിക നേതൃത്വം നമുക്കുണ്ടായിരുന്നു. ഈ സമൂഹം എങ്ങോട്ടാണ് തിരിയേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു തരാൻ നമുക്കൊരു നേതൃത്വം ഉണ്ടായിരുന്നു. പേര് പറയുമ്പോൾ നമ്മൾ അതിനെ ബാഫിക്ക് തങ്ങളെന്ന് വിളിക്കും, പേര് പറയുമ്പോൾ നമ്മൾ അതിനെ സീതി സാഹിബ് എന്ന് വിളിക്കും, പേര് പറയുമ്പോൾ നമ്മൾ അതിനെ CH മുഹമ്മദ് കോയ എന്നും ഉപ്പി സാഹിബ് എന്നും പൂക്കോയ തങ്ങൾ എന്നും ഒക്കെ വിളിക്കും. ആ മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് ഒരു വിഷൻ ഉണ്ടാക്കി തീർക്കും. ഈ സമൂഹം, ഈ സമുദായം എവിടെ എത്തിത്തീരണം, ഒരു വിഷൻ ഉണ്ടാക്കി തീർത്തു. ആ വിഷന്റെ പുറത്താണ് പിന്നെ നമ്മൾ സഞ്ചരിച്ചത്. നോക്കൂ, ഒരു സമൂഹം എന്ന നിലക്ക് നമുക്കൊരു ബേജാർ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല.
നമുക്കൊരു വര വരച്ച് തന്നിട്ടുണ്ട്, നമുക്കൊരു പ്ലാറ്റ്ഫോം, ഒരു വഴി വെട്ടി തന്നിട്ടുണ്ട്. നമ്മൾ പുറകേ നടന്നാൽ മതിയായിരുന്നു. കല്ലും മുള്ളും നിറഞ്ഞ വഴികൾ അവർ വെട്ടിത്തന്നു, നമുക്കതിൻ്റെ പുറകേ നടന്നാൽ മതി. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന മനുഷ്യരുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന മനുഷ്യരോട് ഞങ്ങൾക്ക് ഏറ്റവും ഉത്തരവേ ഉള്ളൂ: മുസ്ലിം ലീഗിൻ്റെ പിന്നിൽ അണിനിരക്കുക. നിങ്ങൾക്ക് എല്ലായിടത്തേക്കൊരു വഴിയാണത്. മുസ്ലിം ലീഗിൻ്റെ പിന്നിൽ അണിനിരക്കുക. നിങ്ങൾ ഇന്ന് സ്വീകരിക്കേണ്ട രാഷ്ട്രീയ നിലപാട് എന്താണ്? നിങ്ങളിന്ന് സ്വീകരിക്കേണ്ടുന്ന വിദ്യാഭ്യാസപരമായ മുന്നേറ്റം എവിടെ നിന്നായിരിക്കണം? നിങ്ങൾ ഇന്ന് തീരുമാനിക്കേണ്ടുന്ന അടുത്ത കാലത്തേക്കുള്ള ജോലിയെക്കുറിച്ചുള്ള ആശങ്കകൾ എന്താണ്? നിങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പിന്നിൽ അണിനിരന്നാൽ മാത്രം മതി. നമുക്ക് കലഹിക്കാൻ ഒരുപാട് കാരണം നമ്മളെ ഇടയിലുണ്ടാവും, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, നമുക്ക് ഛിന്ന ഭിന്നമായി പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും. നമ്മളെല്ലാവരും ഇപ്പം ഞാൻ മുസ്ലിമാണ്, നീ ഹിന്ദുവാണ്, അല്ലെങ്കിൽ ഞാൻ സുന്നിയാണ്, നിങ്ങൾ മുജാഹിദാണ്, ഞാൻ സുന്നിയിൽ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ് എന്നിങ്ങനെ നമുക്ക് പറയാൻ ഒരുപാട്, ഞാൻ ആണുങ്ങളാണ്, ഞാൻ ആണാണ്, നിങ്ങൾ പെണ്ണാണ്, നമുക്ക് കലഹിക്കാൻ ഒരുപാട് പ്രശ്നം നമ്മളെ ഉള്ളിലുണ്ടാവും. പക്ഷേ കലഹിക്കുന്നിടത്തോളം നമ്മൾ ചെറുതായി പോകും. ആ ചെറുതാവലിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ആ ചെറുതാവല് ഛിന്ന ഭിന്നമാവലാണ്. ഒരിക്കലും നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ പറ്റാത്ത വിധം സമുദായം ഛിന്ന ഭിന്നമായി പോകലാണ്. അങ്ങനെ ആയില്ല എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത് ഏറ്റവും നല്ല പാനപാത്രമായിരിക്കണം. ഒരുമിച്ച് നിൽക്കുന്ന, ഒരേ ആശയങ്ങളുള്ള, ഒരേ അഭിപ്രായങ്ങളുള്ള, ഒരേ ശക്തിയോടുകൂടി മുന്നേറുന്ന ഒരു കൂട്ടമായിക്കൊണ്ട് നമുക്കിതിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഈ വിജയം നമുക്ക് തുടരാൻ പറ്റുള്ളൂ. നമ്മൾ ഇക്കാലത്ത് എന്ത് കണ്ടാലും ഭയങ്കര ആഗ്രഹത്തോടു കൂടി, വളരെ സന്തോഷത്തോടു കൂടി പറയാറുണ്ട്: ഇത് CH കണ്ട സ്വപ്നമാണ്, ഇത് വാഫക്കി തങ്ങൾ കണ്ട സ്വപ്നമാണ്. അവരുടെ ആഗ്രഹങ്ങളിൽ ഇതുപോലൊരു കാലമുണ്ടായിരുന്നു. ഈ നാട്ടിൽ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ, മുസ്ലിം ലീഗിൽ വിശ്വസിക്കുന്ന ആളുകൾ, മതേതര വിശ്വാസികളൊക്കെ അധികാര പങ്കാളിത്തത്തിൽ എത്തുന്നൊരു കാലം, നമുക്ക് മന്ത്രിമാരുണ്ടാകുന്ന കാലം, ഇവിടെ ഏതെങ്കിലും അനാവശ്യമായ ബില്ലുകൾ വന്നാൽ, നിയമങ്ങൾ വന്നാൽ അതിനെ എതിർക്കാൻ മുസ്ലിം ലീഗ് മുന്നിൽ നിൽക്കുന്നൊരു കാലം അവരാഗ്രഹിച്ചിരുന്നു. കേവലം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലൊട്ടാകെ. 1-2 ഉദാഹരണം മാത്രം ഞാൻ പറയാം. CA NRC പോലെ ഒരു നിയമം നടപ്പിലാകാൻ പോകുന്നു എന്നൊരു സാഹചര്യം നമുക്ക് കേവലം വർഷങ്ങൾക്ക് മുൻപിലുണ്ടായി. എന്തായിരുന്നു CA NRC എന്ന് പറയുന്നത്? ഈ രാജ്യത്തെ പൗരന്മാരെ മതം തിരിച്ച് കള്ളികളിലാക്കും. ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ഇതിൽ തന്നെ ദളിതരായ ഹിന്ദുക്കൾ, ഇങ്ങനെ മതം തിരിച്ച് മനുഷ്യരെ കള്ളികളിലാക്കുന്നു. ആ മതം തിരിച്ച് കള്ളികളിലാക്കി ഒരു കള്ളിയെ പൂർണ്ണമായും ഈ രാജ്യത്ത് നിന്ന് എടുത്തു മാറ്റും. മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കേണ്ടവരല്ല, അവരേതോ കാലത്ത് കുടിയേറി വന്നവരാണ്, അവരേതോ കാലത്ത് യുദ്ധത്തിലൂടെ വന്നവരാണ്, അവർ ഈ രാജ്യത്തിൻ്റെ മക്കളല്ല എന്ന് പറഞ്ഞ് അവരെ പുറത്താക്കുന്നു. ഇങ്ങനെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത സമുദായങ്ങളെ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടൊരു നിയമം നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഇന്ത്യയിൽ വരുന്നു എന്നൊരു സാഹചര്യം നമുക്ക് മുൻപിലുണ്ടായി. ഒരുപക്ഷെ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ ഒരുപോലെ ഒരൊറ്റ ശക്തിയായി ഉണർന്നൊരു കാലം കൂടിയാണത്. അന്ന് ഇന്ത്യയിലെ മുഴുവൻ കലാലയങ്ങളും ഒരേപോലെ മുദ്രാവാക്യം വിളിച്ചു, റിപ്പീൽ ദിസ് ലോ എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെ ഒരു നിയമം നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞു. ഒരുപക്ഷെ ഉറങ്ങിക്കിടക്കുമായിരുന്നു എന്ന് നമ്മൾ കരുതിയ സ്ത്രീകളൊക്കെ ഒരുപക്ഷെ ഇന്ത്യയിലെ ചരിത്രത്തിൽ തന്നെ എഴുതി വെക്കാവുന്ന ഏറ്റവും വലിയ സ്ത്രീ സമരത്തിൻ്റെ പേര് കൂടിയാണ് CA NRC കാലം. ഷഹീൻ ബാഗ് നിങ്ങൾക്കൊരു പക്ഷെ ഓർമ്മയുണ്ടാവും. ഷഹീൻ ബാഗ് എന്ന മാതൃകയിൽ നമ്മൾ ഇവിടെയൊക്കെ വലിയ സമരവീഥികൾ കെട്ടിപ്പൊക്കി. ഈ ഷഹീൻ ബാഗ് എവിടെ നിന്നാണ് വന്നത്? ഡൽഹിയിലെ മുസ്ലിം സ്ത്രീകളിൽ നിന്നാണ്. കുറേ വയസ്സായ സ്ത്രീകളടക്കം പുറത്തിറങ്ങിയിട്ട് നടത്തിയ ഒരു സമരത്തിൻ്റെ മാതൃകയാണ് ഷഹീൻ ബാഗ്. ഷഹീൻ ബാഗ് പോലെ സമരം ഈ രാജ്യത്തൊട്ടാകെ കൊടുമ്പിരി കൊണ്ടു. കുട്ടികൾ പുറത്തിറങ്ങി, സ്ത്രീകൾ പുറത്തിറങ്ങി, രാഷ്ട്രീയക്കാർ പുറത്തിറങ്ങി. ആ നിയമത്തെ തെരുവിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നേരിട്ടു. പക്ഷെ തെരുവിൽ മാത്രം പോരാ യുദ്ധം. ഒരു ജനാധിപത്യ രാജ്യത്ത് തെരുവിൽ മാത്രം പോരാ യുദ്ധം. ജനാധിപത്യത്തിൽ 4 കാലുണ്ട് എന്നാ പറയുക. ഈ 4 കാലുകളിലും ഇങ്ങനെ സ്തംഭനം ഉണ്ടാവണം. സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തുകൊണ്ട് ആ നിയമത്തെ വെല്ലുവിളിച്ചത് മുസ്ലിം ലീഗാണ്, മറ്റൊരുപാട് സംഘടനകൾക്കൊപ്പം. മുസ്ലിം ലീഗിൻ്റെ കേസിൻ്റെ മുകളിൽ വിധി ഉണ്ടാവുകയും സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അത് താൽക്കാലികമായി നിർത്തുകയും ചെയ്തൊരു സാഹചര്യം ഈ നിയമത്തെ ചൊല്ലിയുണ്ടായിരുന്നു. വഖഫ് ബില്ല് വളരെ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ്.
വഖഫിനെ ചൊല്ലിയൊരു ബില്ല് വന്നു. വഖഫ് എന്താണെന്ന് അറിയാത്ത മനുഷ്യന്മാരൊന്നുമല്ല എൻ്റെ മുന്നിലിരിക്കുന്നത്. ചിലപ്പോൾ ഒരു തെങ്ങും തേങ്ങയും വരെ ആവാം വഖഫ്. പക്ഷെ വഖഫ് എന്നാൽ ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും സ്വത്ത് കാർന്നു തിന്നുന്ന ഏതോ ഒരു ഭീകര സ്വത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വഖഫിനെ ചൊല്ലി വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും വലിയ രൂപത്തിലുള്ള ഒരു മനസ്സിലാക്കലില്ലാതെ ഇരിക്കുന്ന രൂപത്തിൽ അനാവശ്യമായ വാർത്തകൾ അഴിച്ചുവിട്ട് അതിൻ്റെ മുകളിൽ ഒരു നിയമം ഉണ്ടാക്കാൻ ശ്രമിച്ചു കേന്ദ്ര സർക്കാർ. വഖഫ് ബില്ല് ഇവിടെയുള്ള മുസ്ലിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഈ രാജ്യത്തെ മോചിപ്പിക്കുകയാണ് എന്നൊക്കെ വഖഫ് ബില്ല് വന്നപ്പം അതിനെ ചൊല്ലി കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പലരും പറഞ്ഞു അത് ഒരു മുസ്ലിങ്ങളുടെ എന്തോ ഒരു പ്രശ്നമല്ലേ, മുസ്ലിങ്ങളുടെ ആ എന്തോ ഒരു സ്വത്തിൻ്റെ മുകളിലുള്ള വലിയ പ്രശ്നത്തെ തീർക്കാൻ വേണ്ടിയിട്ടാണല്ലോ വഖഫ് വരുന്നത് എന്ന് പലരും അതിനെ ചൊല്ലി ആശങ്കാകുലരായതുപോലുമില്ല. പക്ഷെ മുസ്ലിം ലീഗാണ് ആദ്യം മുതൽക്കേ വഖഫ് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ബഹുമാനപ്പെട്ട അബ്ദുസമദ് സമദാനി സാഹിബ് നമ്മുടെ പ്രിയപ്പെട്ട MP ഈ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സംഘാടകർക്ക് വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം എന്ന് കൂടി ഓർമ്മിപ്പിക്കും. വഖഫിനെ ചൊല്ലി എല്ലാവരും മിണ്ടാതിരുന്ന സമയത്ത് മറ്റൊരു ഉദാഹരണം കൂടി പറയാം. സവർണ സംവരണം എന്ന് വെച്ചാൽ മുന്നോക്ക ജാതിക്കാരുടെ സംവരണം. ഈ മുന്നോക്ക ജാതിക്കാരുടെ സംവരണത്തെക്കുറിച്ച് എല്ലാവരും മിണ്ടാതിരുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് എന്ന് എല്ലാവരും വിചാരിച്ച സമയത്ത് ഇത് മുസ്ലിങ്ങളുടെ മാത്രം വിഷയമല്ല, ഇത് പിന്നോക്ക ജാതിക്കാരുടെ മാത്രം വിഷയമല്ല, ഇത് മുഴുവൻ ഭരണഘടനയുടെയും വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സധൈര്യം മുന്നോട്ട് വന്ന് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചൊരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാടാണ് പിന്നീട് ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടനയെയാണ് നമ്മൾ ആദ്യമായി പരിഗണിക്കേണ്ടത് എന്ന ബോധത്തിലേക്ക് ഇവിടെയുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും കൊണ്ടുപോയത്. അങ്ങനെ ആരും ശ്രദ്ധിക്കാതിരിക്കുന്ന വിഷയങ്ങളിൽ വരെ ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് അഭിപ്രായം പറയാൻ, വിയോജിപ്പ് രേഖപ്പെടുത്താൻ നമ്മുടെ ഈ MP-മാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും അതെ, ബഹുമാനപ്പെട്ട സമദാനി സാഹിബിന് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി സംസാരിക്കാൻ സാധിക്കും. ഇന്ത്യൻ പാർലമെന്റിൽ മുസ്ലിം ലീഗിന്റെ നാമമാത്രമായ MP-മാരുണ്ടാക്കിയ വലിയ വിപ്ലവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കും. ശരിയാണ്, ചിലപ്പോൾ നമ്മൾ ഈ ചെറിയ പ്രദേശത്ത് ഒതുങ്ങി നിൽക്കുന്ന മനുഷ്യരായിരിക്കാം, പക്ഷേ നമ്മുടെ ശക്തി അങ്ങോളമുണ്ട്. നമ്മുടെ ചെറിയ അഭിപ്രായത്തിലും എല്ലാ കാലത്തും ഭരണാധികാരികൾ വില നൽകിയിട്ടുണ്ട്. പോക്കർ സാഹിബിൻ്റെ ഒരു പാർലമെന്റിലെ സംസാരത്തിനിടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട് അതൊരൊറ്റ പോക്കർ സാഹിബായിരിക്കാം, പക്ഷെ അത് മുഴുവൻ സമുദായത്തിൻ്റെയും ശബ്ദമായിക്കൊണ്ട് ഞാൻ ഏറ്റെടുക്കുന്നു എന്ന്. മുസ്ലിം ലീഗിന് ഇന്ത്യയിൽ മുഴുവനായും അഭിപ്രായം രൂപീകരിക്കാനുള്ള ശക്തിയുള്ള കാലത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പുറകിൽ ഒരൊറ്റ മാജിക്കൽ പവറേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ ഒരൊറ്റ സൂപ്പർ ഹ്യൂമൻ പവറേ ഉള്ളൂ. ആ സൂപ്പർ ഹ്യൂമൻ പവർ എന്ന് പറയുന്നത് നമ്മൾ ഒരൊറ്റ രാഷ്ട്രീയ ശക്തിയായിട്ട് എല്ലാ കാലത്തും ഒരുമിച്ച് നിന്നിട്ടുണ്ട് എന്നതാണ്. ഏത് സമയത്ത് അതില്ലാതാവുന്നു അപ്പോൾ നമ്മൾ പരാജിതരായ സമൂഹമാവുകയും ചെയ്യും. അങ്ങനെ ഒരുമിച്ച് നിൽക്കാവുന്ന ഒരു സമൂഹമായിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ കാലത്തെക്കുറിച്ച് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, പോസ്റ്റ് ട്രൂത്ത് എറ എന്ന്, അഥവാ സത്യാനന്തര കാലമെന്ന്. എല്ലാ ടെക്നോളജികളും ഏറ്റവും നന്നായി നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്, എല്ലാ ടെക്നോളജികളും. അപ്പം കുട്ടികളോട് ചോദിച്ചാൽ അറിയാം, സ്വന്തമായി പുതിയ വസ്ത്രം പോലും വാങ്ങിക്കാതെ ഗൂഗിൾ ജെമിനി പുതിയ സാരി ഉടുപ്പിക്കുന്ന കാലമാണ്. എല്ലാ ടെക്നോളജികളും ഉള്ള കാലത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സത്യം എന്താണ് എന്ന് പുറത്തു വരുന്നതിന് മുൻപ് ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും നുണ സ്വാധീനിച്ച് കളയും. അങ്ങനെ ഒരു പോസ്റ്റ് ട്രൂത്ത് അഥവാ സത്യാനന്തര കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനും എളുപ്പമാണ്. അവിടെ വന്നുകൊണ്ട് ഒരൊറ്റ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ മതി, ഞങ്ങൾ ഈ നാട്ടിൽ മുസ്ലിങ്ങൾ അനർഹമായത് നേടുന്നു, മലപ്പുറം ജില്ലയിൽ പെറ്റുവരികലാണ് മനുഷ്യന്മാരുടെ മുസ്ലിം സ്ത്രീകളുടെ പണിയെന്ന് ഒരൊറ്റ വെള്ളാപ്പള്ളി പറഞ്ഞാൽ മതി, അത് വിശ്വസിക്കുന്ന കുറേ മനുഷ്യരുണ്ടാവും. ഹലാൽ ഭക്ഷണം എന്ന് പറയുന്ന ബോർഡ് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ തുപ്പിയിട്ട ഭക്ഷണമാണ് എന്ന് ഒരൊറ്റയാൾ പറഞ്ഞാൽ മതി, അത് ഏറ്റെടുക്കാൻ ഒരു മുഴുവൻ സമൂഹവും ഉണ്ടായിരിക്കും. ഹലാൽ ഭക്ഷണം എന്താണ് എന്ന് അറിയാവുന്നത് ഈ മലബാർ ദേശത്ത് പോലും ഹലാൽ എന്ന് പറയുന്ന ബോർഡുള്ള ഭക്ഷണശാലകൾക്ക് മുൻപിൽ ഞങ്ങൾ കയറില്ല എന്ന് പ്രതിജ്ഞ എടുത്ത എത്ര മനുഷ്യരുണ്ട്.
ഈ നമ്മുടെ തന്നെ മലബാറിൽ, കോഴിക്കോട് പേരാമ്പ്രയിൽ ബീഫ് വിൽക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് യുദ്ധമുണ്ടാക്കിയ എത്ര മനുഷ്യരുണ്ട്. അതെ, ഇത് ഈ സത്യാനന്തര കാലമാണ്. നമ്മൾ മിണ്ടാതിരിക്കുന്തോറും നുണ ലോകം ഭരിക്കുന്ന കാലമാണ്. ആ നുണ ലോകം ഭരിക്കുന്ന കാലത്ത് നമുക്ക് ഈ മുസ്ലിം ലീഗിൻ്റെ നരേറ്റീവ്സിനെ, മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായങ്ങളെ ഉറക്കെ കേൾപ്പിക്കേണ്ടതുണ്ട്. ഒരു അയ്യപ്പ സംഗമം നടത്തിയാൽ എല്ലാ വിശ്വാസികളോടുമുള്ള ഐക്യദാർഢ്യമായി ഞങ്ങൾ എല്ലാ കാര്യത്തിലും വിശ്വാസികളോടൊപ്പമാണ് എന്ന് പറയുന്ന ഒരൊറ്റ പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് മതി ആളുകളെല്ലാം മറക്കാൻ. പക്ഷെ നമ്മൾ ഓർമ്മിപ്പിക്കണം ഇവരെന്തായിരുന്നു ഇവരുടെ നിലപാട്. മുസ്ലിങ്ങളോടാവട്ടെ, ഹിന്ദുവിനോടാവട്ടെ, ക്രിസ്ത്യനോടാവട്ടെ, ഭക്തിയോട്, വിശ്വാസത്തോട് CPIMന്റെ നിലപാട് എന്തായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കാൻ മുസ്ലിം ലീഗിന്റെ അഭിപ്രായങ്ങൾ നമ്മൾ ഉറക്കി കേൾപ്പിക്കണം. അതെ, ഈ പോസ്റ്റ് ട്രൂത്തിൽ അഥവാ ഈ സത്യാനന്തര കാലത്ത് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്നറിയോ? കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ ഇവിടെ നിൽക്കുന്ന ഏറ്റവും ചെറിയ കുട്ടി മുതൽ ഏറ്റവും മുതിർന്നയാൾ വരെ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്നോ? സത്യം പ്രചരിപ്പിക്കുക എന്നതാണ്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു, ആശയങ്ങൾ എന്താണ് എന്നത് മനുഷ്യരിലേക്ക് എത്തിക്കുക എന്നതാണ്. സത്യം നമ്മൾ പറയാത്തിടത്തോളം കാലം ശരിയാണ്, നുണ ലോകം ഭരിക്കുക തന്നെ ചെയ്യും. ആ രാഷ്ട്രീയ ആദർശത്തെ ജനങ്ങളിലേക്ക് എത്തുക. അഭിമാനത്തോടു കൂടിയുള്ള അതിജീവനം അഥവാ ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രീയത്തെ ആളുകളിലേക്ക് എത്തിക്കുക. അതിന് നമുക്ക് തിരഞ്ഞെടുപ്പ് വിജയങ്ങളും ഒക്കെ പ്രധാനമാണ്. നമ്മൾ ഇല്ലാതാവുന്നിടത്ത് അവർ കയറുകയും അവർ ഭരിക്കുകയും അവർ കസേരയിട്ടിരിക്കുകയും ഇതാണ് ചരിത്രമെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യും. അതല്ല ചരിത്രം. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തതാണ് ചരിത്രം. നമ്മുടെ നേതാക്കന്മാർ ഉണ്ടാക്കി തന്നതാണ് ചരിത്രം. ആ അഭിമാനകരമായ അസ്തിത്വത്തിലേക്ക് നിങ്ങൾ എല്ലാവരും ഒരു ക്ഷണിതാവായി ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, ഏറ്റവും ഉറക്കെ നമുക്ക് നമ്മുടെ രാഷ്ട്രീയത്തെ ഏറ്റെടുക്കാമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിലയേറിയ വാക്കുകൾക്കായി ബഹുമാനപ്പെട്ട MP അബ്ദുൽ സമദ് സബ്നാനി സാഹിബ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ്.